ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മമ്മീസ് കിച്ചൺ. ഇന്ന് നമുക്ക് സേമിയ വെച്ച് വ്യത്യസ്തമായ രീതിയിലൊരു പായസം ഉണ്ടാക്കിയാലോ. സേമിയ ടോഫി പായസമാണ് ഇന്നത്തെ റെസിപ്പി. വളരെ പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാവുന്നൊരു പായസമാണിത്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. പായസം തയ്യാറാക്കുന്നതിനായി ഉരുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാൻ എടുക്കാവുന്നതാണ്. ചൂടായ പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. പഞ്ചസാര ഒന്ന് മെൽട്ടായിട്ട് വരുമ്പോൾ ഇളക്കി കൊടുക്കാം. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർക്കുമ്പോഴാണ് പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ തന്നെ നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് തന്നെ നമുക്ക് പാലും ചേർത്ത് കൊടുക്കാം. 1 ലിറ്റർ പാലാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇനി നന്നായി ഇളക്കി കൊടുക്കാം. കാരമലൊക്കെ പാലിൽ നന്നായി മിക്സ് ആവണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സേമിയ ഇട്ട് കൊടുക്കാം. 1 ലിറ്റർ പാലിന് 1/2 കപ്പ് സേമിയ, അതാണ് ഇതിൻ്റെ കറക്റ്റ് അളവ്. ഇത് തിളച്ച് വരുന്നതിനായി ഏകദേശം 10 മിനിറ്റ് എടുക്കും. അല്പം ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. പാലിൻ്റെ കളറൊക്കെ മാറി ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും ഇതിലേക്ക് ചേർക്കാനുള്ള നട്ട്സ് ഒന്ന് വറുത്തെടുക്കാം. പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. ചൂടായി വരുമ്പോൾ കാഷ്യൂ നട്ട് ചേർക്കാം. ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് നന്നായി വറുത്തെടുക്കാം. നമ്മുടെ പായസം നന്നായി തിളച്ച് സേമിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച നട്ട്സ് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. മധുരമൊക്കെ ചെക്ക് ചെയ്ത് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടോഫി സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പായസമാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണം. നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.